അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിൽഷാദ് യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെന്താ, ഇന്ന് റീഡിംഗ് ഡേ ആണ്, വായന ദിനമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബെസ്റ്റ് വായന ദിന ആശംസകൾ പറയുന്നു. പിന്നെ നമുക്ക് ഇന്നൊരു വലിയൊരു സന്തോഷം തന്നെ ഉണ്ടായി. വലിയൊരു പൊസിഷൻ എന്ന് വെച്ചാൽ വലിയൊരു പൊസിഷനിലുള്ള ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളെ കുറച്ചും കൂടി നല്ല മെച്ചപ്പെടുത്തുക, എന്തായാലും പിന്നെ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അയാള് കൺഗ്രാചുലേഷൻ ഒക്കെ പറഞ്ഞു. പേരൊന്നും ഞാൻ ഇതില് പിന്നെ പറയുന്നില്ല, എന്നാലും അദ്ദേഹത്തിന് ദീർഘായുസ് കിട്ടട്ടെ. പേര് ഇതിൽ പറയുന്നില്ല ഭാഗത്തു. അപ്പോ ഞാൻ പേര് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ ഇന്ന് റീഡിംഗ് ഡേ ആയതുകൊണ്ട് പല ആളും സോഷ്യൽ മീഡിയയിലൊക്കെ പല ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളെ ഇന്നത്തെ ടോപ്പിക് റീഡിംഗ് ഡേയിൽ എനിക്ക് ഉള്ളൊരു അനുഭവം. എൻ്റെ ബാപ്പ വളരെയധികം വായനാശീലമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ബാപ്പയ്ക്ക് ലീവ് ഉണ്ടാകുക. സാധാരണ ജോലിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തിന് ജോലി ഉണ്ടാകും, ബാപ്പക്ക് ജോലി ഉണ്ടാകും. ബാപ്പ കൂടുതലും 6ാം പീടിക എന്ന് പറഞ്ഞൊരു വായനശാലയുണ്ട്, അവിടെ കൂടുതലും സ്പെൻഡ് ചെയ്യും. കൂടുതലും ആ വായനശാലയിലാണ് ഉണ്ടാവുക. നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ആരെങ്കിലും വരികയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് വാപ്പനെ വാച്ച് ചെയ്യാൻ കഴിയും. കാരണം വായനശാലയിലാണ് കൂടുതലുണ്ടാവും. വാപ്പ പിന്നെ പഠിക്കാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അന്നത്തെ കാലം പഴയ കാലം ആയതുകൊണ്ട് വാപ്പ 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പഠിപ്പൊക്കെ നിർത്തിയായിരുന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും നല്ല എഡ്യൂക്കേഷൻ, നമ്മളെക്കാട്ടി നല്ല എഡ്യൂക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തിപ്പോൾ രാഷ്ട്രീയമായാലും, പിന്നെ രാഷ്ട്രീയത്തിലൊന്നുമില്ല, രാഷ്ട്രീയമായാലും പിന്നെ ഹിസ്റ്ററി ആയാലും എല്ലാ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിയും നല്ല കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ബാപ്പാക്ക് ദീർഘായുസ് കിട്ടട്ടെ. അപ്പോൾ വായനാ ദിനത്തിൽ എല്ലാവരും നല്ലോണം റീഡ് ചെയ്യുക. വായനാ ദിനത്തിന് മാത്രമല്ല, നമ്മൾ കൂടുതൽ നല്ല വായനാശീലമുള്ളവരാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 18 വയസ്സാണെങ്കിൽ നമുക്കൊരു 22-26 വയസ്സുള്ള ആൾക്കാരെ പിന്നെ പറയുന്ന ഒരു ഇത് നമുക്ക് തോന്നും. കൂടുതലായിട്ട് ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എനിക്ക് പണ്ട് ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും വായിക്കാൻ ഇഷ്ടം. നമ്മൾ അറബിയിൽ താരീഖ് എന്ന് പറയും, ചരിത്രങ്ങളിലേക്ക് എനിക്ക് ആയത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വേറെ എല്ലാവർക്കും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, നിങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഇപ്പോൾ വേറെന്താണ്, ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു. ഭക്ഷണം കഴിച്ചാലാണ് നമ്മൾ വ്ലോഗ് ചെയ്യൽ. ഭക്ഷണം കഴിച്ചൊരു 10 മിനിറ്റ് ചില സമയം 8 മിനിറ്റ് ആവും, 7 മിനിറ്റ് ആവും. അപ്പം ഇങ്ങനെ ഓരോ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് നൈറ്റ് ഫുഡ് ഉണ്ടായെന്ന് വെച്ചാൽ ചോറ്, തോരൻ, മീൻ കറി, ഉമ്മ കൊണ്ടാന്ന് അച്ചാർ ഒക്കെ ഉണ്ടായത്. പിന്നെ നമ്മളെ സബ്സ്ക്രൈബിൽ നിന്ന് നമ്മൾ നല്ലൊരു സബ്സ്ക്രൈബിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്മളെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പോൺസർ ചെയ്യും. നമ്മൾ ചില വീഡിയോക്കൊക്കെ നല്ല വാച്ചിങ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ വേറെന്താണ്, നാളെ ഡ്യൂട്ടി രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ എല്ലാവരും വായിച്ചു വളരുക, വായന ദിനത്തിൽ വായിച്ചു വളരുക, അതാണ് പറയാനുള്ളത്. അപ്പം എന്തായാലും നമുക്കിന്ന് സന്തോഷം ഉണ്ടായി. നമ്മളെ യൂട്യൂബ് ഇങ്ങനെ ചെറിയൊരു 10 മിനിറ്റ് നമ്മളിങ്ങനെ പറയുന്ന കാര്യങ്ങൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്താന്ന് പറയാ, നമ്മൾ ഇത്ര ഈ ലെവലിൽ 150 സബ്സ്ക്രൈബർ ആക്കുന്നത് നിങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ മാക്സിമം പിന്നെ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അറിയുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഓഫറിൻ്റെ ഐറ്റംസ് ഒക്കെ
ഷോപ്പിലെ ഓഫറിൻ്റെ ഐറ്റംസ് ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ സാധനങ്ങൾ വേണ്ടവർ നെസ്റ്റോ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക. സൊഹാർ നെസ്റ്റോ വർക്ക് ചെയ്യുന്ന നെസ്റ്റോ അല്ലേ. അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഡെലിവറി കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ ഞാൻ പിന്നെ നിങ്ങൾ അതിനുള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാം. നമ്മളെല്ലാം ബെസ്റ്റ് പ്രൈസാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പിന്നെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ പിന്നെ എന്താണ് ഇന്ന് പിന്നെ വായനദിനത്തിൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തത്? അപ്പോൾ നമ്മളെ ഇന്നും നമുക്ക് 10, 13, 15 സബ്സ്ക്രൈബറോളം കൂടിക്കഴിഞ്ഞു. 135 ഉണ്ടായി, നമുക്ക് 150. ഇന്ന് ഇപ്പം നോക്കുമ്പോൾ 150 ആയി. അപ്പോൾ നാളെ അത് കൂടാനാണ് ചാൻസ് ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളെ ഫാമിലിയെ കൊണ്ടും നിങ്ങളെ ഫ്രണ്ട്സിനെ കൊണ്ടും എല്ലാവരും കൊണ്ടും നമ്മളെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകതയായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വായന ദിനം ആശംസകൾ പറയുന്നു. ഗുഡ് റീഡിംഗ് ഡേ. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊന്നും പറയാനില്ല. അപ്പോൾ നമ്മളെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.